ചേച്ചി ഓ നമസ്കാരം. നമസ്കാരം. നമസ്കാരം നമസ്കാരം ചേച്ചി. നമസ്കാരം ഷാജോനെ. പൊന്നമ്മ ചേച്ചി, നമ്മളിങ്ങനെ ഒരു എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ഇതിൽ തുടങ്ങി. ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകൾ ഈ സെഗ്മെന്റിൽ വന്നുപോയി, സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നുപോയി. കാരണം മലയാളികളെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണയെങ്കിലും ചിരിപ്പിച്ചിട്ടുള്ളവരാണ് ഈ പരിപാടികളിലെല്ലാം വന്നുപോയിട്ടുള്ളത്. പൊന്നമ്മ ചേച്ചി ചിരിപ്പിക്കുക മാത്രമല്ല, ഒരുപാട് ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം തിരക്കിനിടയിൽ, കാരണം കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേരോട് നമ്മൾ തിരക്കിനിടയിൽ എന്ന് പറയുമ്പോൾ പറയും ഇപ്പൊ തിരക്കൊന്നും ഇല്ലെന്നൊക്കെ പറയും, കാരണം സത്യമായിരുന്നു. പക്ഷെ അന്നും ഇന്നും പൊന്നമ്മ ചേച്ചിക്ക് തിരക്കില്ലാത്തൊരു സമയമില്ല. ഞാൻ പൊന്നമ്മ ചേച്ചീനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വിളിക്കുമ്പോൾ എത്ര ഡേറ്റ് കൊടുത്താലും അന്ന് അതിന്റെ ഷൂട്ടിംഗ് കൊണ്ട്, ഇന്ന് ഇതിന്റെ ഷൂട്ടിംഗ് കൊണ്ട്, അപ്പുറത്തെ ഷൂട്ടിംഗ് കൊണ്ട് എന്ന് പറയുന്ന ഒരു ബിസി ആർട്ടിസ്റ്റ് ആണ് പൊന്നമ്മ ചേച്ചി. വളരെ സന്തോഷം ചേച്ചി ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച്. പൊന്നമ്മ ചേച്ചീനെ പൊന്നമ്മ എന്നാണ് പേരെങ്കിലും പരിചയമുള്ളവരെല്ലാം ഞാൻ വിളിച്ചു കേൾക്കുന്നത് പൊന്നൂസേ എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ വിളി ആദ്യം വിളിച്ചതാരാ? കൊളപ്പുള്ളി ലീലയാന്ന് എനിക്ക് തോന്നുന്നേ. ലീല ചേച്ചിയാണോ പൊന്നൂസേന്ന് വിളിക്കുന്നത്? ആ, 300 സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ കരിയറാണ്. 300-ലധികം ഉണ്ട്. 2018 വരെ ലിസ്റ്റല്ലേ വന്നുള്ളൂ. അല്ല, ഞാനൊരു ഊഹത്തിൽ 300-ലധികം ഉണ്ട്. 300 എന്ന് പറഞ്ഞാൽ 300-ലധികം സിനിമകൾ എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. എത്ര നാള്, ഏതാണ്ട് എത്ര സിനിമകൾ? ആദ്യം വന്ന സിനിമ ഏതായിരുന്നു? പടനായകൻ, ദിലീപ്, ആ കുട്ടേട്ടൻ. നിസാർഗ ഡയറക്ട് ചെയ്തതാണ്. 96 വന്നതാണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് ഇല്ല. പിന്നെ ഇതിനിടയിൽ പൊന്നമ്മ ചേച്ചി ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോ ഒരു പൊന്നൂസ് കിച്ചൺ തുടങ്ങി. പൊന്നൂസ് അല്ല, പൊന്നമ്മാസ് കലവറ. പൊന്നമ്മാസ് കലവറ. അതെ, അതെങ്ങനെ പോകുന്നുണ്ട്? നന്നായിട്ട് പോകുന്നു. ഓൺലൈൻ നന്നായിട്ട് പോകുന്നുണ്ട്. അതാ പറഞ്ഞു, പിഷാരുടെ മുമ്പേ പറഞ്ഞപ്പോ ഈ ലോക്ക്ഡൌൺ കാലത്ത് സിനിമയെല്ലാം പെട്ടെന്ന് ബ്രേക്ക് വന്നപ്പോ ഇനി എന്ത് ചെയ്യും എന്നൊരു മനസ്സിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ എനിക്കാണ് ചുമ്മാ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം പിള്ളേരുള്ള ഓൾറെഡി എല്ലാവരും സെറ്റിലായി. അപ്പൊ ഞാൻ പിന്നെ ഈ സിനിമാ നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ നടക്കുന്നത്. എപ്പോഴും എനിക്കിങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനിങ്ങനെ ഇത് ആലോചിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു, ഞാൻ ഓൾറെഡി ചാനൽസിലെല്ലാം കുക്കറി ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ ആൾക്കാരെല്ലാം 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൺലൈൻ തുടങ്ങാൻ പൊന്നമ്മാസ് കലവറ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ തുടങ്ങി. നമ്മുടെ മലയാളത്തിലെ എൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ സിനിമാ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാം, മമ്മൂക്ക, ലാലേട്ടൻ എന്ന് വേണ്ട അങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ. നിങ്ങളുടെയൊന്നും കിട്ടിയിട്ടില്ല, ബാക്കിയൊക്കെ പിന്നെ പിടിച്ചോളാം. ബാക്കി എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ട് തന്നു ആ സമയത്ത്. ഇന്ന് നല്ല രീതിയിൽ ഓൺലൈൻ നന്നായിട്ട് പോകുന്നുണ്ട് പൊന്നമ്മാസ് കലവറ. ഞങ്ങൾ ആ സമയത്ത് സപ്പോർട്ട് കിട്ടാണ്ട് കിടക്കുമായിരുന്നു എവിടെ. അവരെ പോലെ ആയിരുന്നില്ല, അതായിരുന്നു ഞങ്ങളുടെ വിഷയം. ഏതെങ്കിലും കലവറയിൽ എന്തെങ്കിലും കിട്ടി തിന്ന് ജീവിക്കാനുള്ള കഷ്ടപ്പാട് നിൽക്കുന്നതിൻ്റെ ആണ്ടാണ്. എനിക്ക് പൊന്നമ്മ ചേച്ചി പറ്റി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലോട്ടൊക്കെ ചെല്ലുമ്പം ഒരു 5-8 ദിവസം ഒരു ലൊക്കേഷനിലാണെങ്കിൽ പിന്നെ വേറെ ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളവരായിരിക്കില്ല ചിലപ്പോൾ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉള്ളവർ ഇടയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെയുള്ള സൗഹൃദങ്ങളല്ലേ. ചേച്ചീനെ നമ്മൾ ഏത് ലൊക്കേഷനിൽ ചെന്ന് കണ്ടാലും നമുക്ക് അങ്ങനെ ഒരു വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരാളായിട്ടാണ് ചേച്ചി തോന്നുന്നത്. നമ്മളെന്തോ ഒരു സ്വന്തം ആളെ പോലെയാണ്. നമ്മളിപ്പോൾ ഒരു കുറേ ഗ്യാപ്പിന് ശേഷം കണ്ടാലും നമ്മുടെ ഒരു സ്വന്തം, നമ്മൾ ഇന്നലെ കുറച്ച് മുമ്പേ കണ്ട് സംസാരിച്ചിട്ട് പോയ ഒരാളില്ലേ, അതേപോലുള്ളൊരു ബന്ധമാണ് ചേച്ചി. അത് വളരെ കുറച്ച് പേര് എനിക്ക് തോന്നുള്ളൂ കേട്ടോ. മലയാള സിനിമയിൽ അങ്ങനെ നമുക്കൊരു ഫീൽ തോന്നിയിട്ടുള്ള വളരെ കുറച്ച് പേരുള്ളൂ. അതിലൊരാളാണ് പൊന്നമ്മ ചേച്ചി. നാടകത്തിലുണ്ടായിരുന്നില്ലേ ചേച്ചി? ആ, ഡ്രാമയെന്നാ ഞാൻ വരുന്നേ. എത്ര നാള് നാടകത്തിലുണ്ടായിരുന്നു? ഡ്രാമയിൽ ഞാൻ 15 വയസ്സുള്ളപ്പം ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 വർഷം, 16 വയസ്സിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് മാളമെന്നായിരുന്നു നാടകത്തിന്റെ പേര്. പിന്നെ മാളത്തിൽ തന്നെ ഒളിച്ചു. നാടകത്തിൽ എത്ര സ്റ്റേജൊക്കെ ഈ ഉറക്കനിപ്പും യാത്രയും സാധാരണ ഒരു നാടകം ഞാൻ കൊച്ചിലെ നാടകം കളിച്ച് ഞാൻ ഒരു സ്റ്റേജേ കളിച്ചുള്ളൂ. പിന്നെ ഞാൻ 23 വയസ്സുള്ളപ്പോഴേ പിന്നെ നാടകത്തിൽ വരുന്നത് നായികയായിട്ട് തന്നെ. അത് പൂഞ്ഞാർ നവതാര, പിന്നെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ സമിതി. ഈ അങ്കമാലി പൂജയും പൂഞ്ഞാർ നവതാര എന്നൊക്കെ പറഞ്ഞ ഒരു 250 സ്റ്റേജ് മിനിമം. 250 അല്ല, ഞങ്ങൾ ത്രിപിൾ നാടകം കളിച്ചിട്ടുണ്ട്. നവതാരയുടെ അക്ഷയ മാനസം, അംഗരക്ഷകനൊക്കെ 3 സ്റ്റേജ് പറഞ്ഞാൽ, ഒന്ന് 7 മണിക്ക്, ഒരെണ്ണം ഒരു 10 മണിക്ക്, പിന്നെ ഒരെണ്ണം 2:30, 3 മണിക്ക്, പല സ്ഥലത്തായിട്ടാണ്. അടുത്തടുത്ത് തിരുവനന്തപുരം അടുത്തടുത്ത് 3 നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ നാടകം കളിച്ച് നേരം എടുത്തു പോയിട്ടുണ്ട്. ഞാൻ കൊണ്ട് 3 കളിയൊക്കെ കളിച്ച മൂന്നാമത്തെ കളിക്കാർ എപ്പോഴും 2:30-3 മണി പരിപാടി ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ജീവിതം, ഭയങ്കര നാടക സ്റ്റേജ് ഉണ്ടല്ലേ? ഞാനൊക്കെ പിഷാരടി ഒരു കാര്യം സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, ഈ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് അഭിമാനപൂർവ്വം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു, നാടകം ഞാൻ കളിച്ച സമയത്ത് ജനകോടികളായിരുന്നു. അതിന് മുന്നേ ഞാൻ നാടകം കളിച്ചേ. പിന്നീട് ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ വന്നു. ആ സിനിമയിൽ ജനലക്ഷങ്ങളാണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾക്ക് കൈയടിക്കുന്നത്. അതിനൊരു ഭാഗ്യം ഉണ്ടായി. കാലം പോയ പോക്കാൻ ഞാനീ പറയുന്നത്. കാലം പോയ പോക്കം നമുക്ക് പണ്ട് കിട്ടിയ പോലെ
ഉത്സവപ്പറമ്പിൽ നിലത്തിരിക്കാനും നിലത്തിരുന്ന് കാണാനും ഒക്കെ ഇപ്പൊ ആള് വരികയില്ല. കസേര ഇട്ട് കൊടുത്ത് ഫാനും വെച്ചു കൊടുത്ത് പന്തലും ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ ആൾക്കാർ വരുന്നുള്ളൂ. ഞാനും നമ്മൾ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ചേട്ടാ ആ സമയത്തൊക്കെ എങ്ങനെ പോയാലും ഒന്നുകിൽ നമ്മുടെ മിമിക്സ് പരേഡിന് മുമ്പ് ഒരു നാടകം, അല്ലെങ്കിൽ മിമിക്സ് പരേഡ് കഴിഞ്ഞൊരു നാടകം, എങ്ങനെ ഒരു വർഷം ഒരു 15 നാടകങ്ങളുമായിട്ടെങ്കിലും നമ്മൾ പല സ്ഥലത്ത് കൂട്ടിമുട്ടുമായിരുന്നു. പിന്നെ നമ്മളുടെ ഷോയും നന്നായി, ആ നാടകവും നന്നായാൽ പൊതുവെ പല ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ നമ്മൾ ഒരേ പരിപാടിക്കാരായിരിക്കും. ഒന്നുകിൽ അവരുടെ നാടകം കഴിഞ്ഞ് നമ്മുടെ മിമിക്രി, അല്ലെ നമ്മുടെ നാടകം കഴിഞ്ഞ് അവരുടെ മിമിക്രി, അങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാനിപ്പോ മൂന്നാമത്തെ ഒരു കാര്യം പറയാനും, സ്റ്റേജ് ഷോസുകൾ, എല്ലാ അവാർഡുകളും നമ്മുടെ അമ്മ ഷോ മുതൽ ബാക്കിയെല്ലാം അതൊക്കെ കോടികളുടെ മുന്നിലല്ലേ കളിക്കാൻ ബാക്കി ദൈവം തന്നേ. അമ്മയുടെ ഷോയില് മമ്മൂക്ക, ജയറാമേട്ടൻ, സിദ്ദിഖ ഇവരെല്ലാം കൂടെ ഒരു ഡാൻസ് കളിക്കുകയാണ്. ഇവരെല്ലാം കൂടെ ഒരു ഡാൻസ് അമ്മയുടെ ഷോ തിരുവനന്തപുരത്ത് നടക്കുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ. മുകേഷ് ഏട്ടൻ, ജയറാമേട്ടൻ, മമ്മൂക്ക, സിദ്ദിഖ, മനോഹേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവരൊക്കെ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ ഒറ്റ 2 ഹീറോയിൻ വേണം അതിനകത്ത്. അപ്പോൾ എനിക്കൊന്ന് ഒരു ഏരിയയിൽ ഹണി റോസ് ആണ് ചെയ്തത്. ഹണി റോസ് കഴിഞ്ഞാൽ പിന്നെ ആ ഡാൻസിലുള്ള ഒരാൾ പൊന്നമ്മ ചേച്ചിയാ. പൊന്നമ്മ ചേച്ചി അതിന്റെ ലാസ്റ്റ് ഒരു മിനിറ്റ് ഉള്ളൂ ഡാൻസിന്റെ. അതിന്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ആ യൂട്യൂബിൽ അന്ന് മറ്റേ പ്രിയാവാര്യര് പിരികം പൊക്കിയത് ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയമാണ്. പൊന്നമ്മ ചേച്ചി പിരികമൊക്കെ പൊക്കി തോക്കൊക്കെ എടുത്തൊരു വെടിയൊക്കെ വെച്ച് എന്തോ ഒരു കയ്യടിയായിരുന്നു ആ സ്റ്റേഡിയത്തിൽ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഏതൊക്കെയാ? അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഓൾറെഡി ഇപ്പൊ സിനിമ എന്ന് പറയുന്നത്, ഞാനിപ്പോ അന്ന എന്ന് പറഞ്ഞ ഒരു പടമാണ് കമ്മിറ്റി ആയിരിക്കുന്ന പടം. ഒരു ചേട്ടത്തിയാ. എൻ്റെ ഹസ്ബൻഡായിട്ട് അനൽസിയാർ ചേട്ടനാണ്. 3 മക്കളുടെ അമ്മയായിട്ട് നല്ല ക്യാരക്ടറാണ്. ഞങ്ങൾ രണ്ടുപേരും മെയിൻ. ഞാനിപ്പോൾ ഈ ക്യാരക്ടർ ഇപ്പോൾ എടുക്കുമ്പോൾ ഇപ്പം ഇത്ര സിനിമകൾ ചെയ്ത്, ഇനി സിനിമകൾ 2 ദിവസം 1 ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ കാമ്പുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. അമ്മയുടെ ഒരു ഷോയിൽ ഒരു സ്കിറ്റ് 5-6 സിനിമയിൽ വില്ലവേഷം ചെയ്യുന്ന ആൾക്കാർ, രഘുചേട്ടൻ, അപ്പഹാജ, കുണ്ട്ര ജോണി ചേട്ടൻ, ഈ സംഘമൊക്കെ കൂടെ ഹിറ്റ്ലറിന്റെ റിവേഴ്സ് ആണ്. മാധവി ചേച്ചി എന്ന് പറയുന്ന കൽപ്പന ചേച്ചി ചെയ്യുന്ന കഥാപാത്രത്തിന് 5 ആംഗളമാരാണ്. ഈ 5 ആംഗളമാരെ പൊന്നുപോലെ ഈ ചേച്ചി നോക്കുന്നത്. ആ പൊന്നുപോലെ നോക്കുന്ന ഇതിനകത്ത് ഭീമൻ രഘുചേട്ടൻ ഒരു ആംഗളയാണ്. ആ ആംഗളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നത് ഹിറ്റ്ലറിൽ സോമൻ ചേട്ടൻ ചെയ്ത വേഷമാണ് പൊന്നമ്മ ചേച്ചി ചെയ്യുന്നത്. എന്നിട്ട് അവര് തമ്മിൽ പ്രേമമായിട്ട് ഭീമൻ രഘുചേട്ടൻ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് കരയൊക്കെ ചെയ്യും. അപ്പം കൽപ്പന ചേച്ചി ചോദിക്കും, നിനക്ക് ഒന്നും ഒച്ച വെക്കാറുന്നില്ലേ? ഇതാ ട്യൂഷൻ ടീച്ചർ കേട്ടാ, ഭീമൻ രഘുചേട്ടനെ നശിപ്പിച്ച ട്യൂഷൻ ടീച്ചറായി നിൽക്കുന്നത്. അപ്പൊ നിനക്കൊന്ന് ഒച്ച വെക്കാറുന്നില്ലേ, നിനക്കൊന്ന് കരയായിരുന്നില്ലേ? നിനക്ക് അതിന്റെ ക്ലൈമാക്സ് ഭീമൻ രഘുചേട്ടൻ വന്നിട്ടേ, പട്ടിണി കിടക്കുന്ന പട്ടിക്ക് മട്ടൻ ബിരിയാണി കിട്ടുമ്പോ ഒച്ച വെക്കണോ തിന്നണോ? അത് ഞാൻ എഴുതിയ സ്കിറ്റായിരുന്നു. അതിൽ ചേച്ചി അഭിനയിച്ചത് ഗംഭീര സ്കിറ്റായിരുന്നു. അല്ല, അത് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹിറ്റ് പടത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. ഒരുപാട് വലിയ നല്ല ഷോയുടെ ഹിറ്റ് ഷോയുടെ ഭാഗമാകാൻ പറ്റി. അതും ദൈവത്തിന്റെ നന്ദി. ഇനിയൊക്കെ എനിക്ക് കിട്ടുന്നതൊക്കെ ബോണസാ. പക്ഷെ ശമ്പളത്തിനേക്കാൾ കൂടുതൽ ബോണസ് കിട്ടുന്ന ആള് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പൊന്നമ്മ ചേച്ചിയുടെ ഒരുക്കം നല്ല. മക്കള് ഓസ്ട്രേലിയയിലുണ്ട്. 2 പേര് ഓസ്ട്രേലിയ, മോൻ UK. 3 പേരാ എനിക്ക്, 2 മോള് 1 മോൻ. ഒരു UK 2 ഓസ്ട്രേലിയ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചതാണേ. എന്റെ ഓർക്കണം, ഞാൻ 16 വയസ്സിൽ കല്യാണം കഴിച്ച ആളാ. എന്റെ ആ ജീവിതം കംപ്ലീറ്റ് പിള്ളേരോടൊപ്പം വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് വളർന്നു. നിങ്ങൾ ഒന്നിച്ച് വളരുമായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചങ്ങ് വളർന്നു. ഇപ്പൊ എന്റെ കൂടെ പഠിക്കുക, എന്റെ ഉള്ള ഏജിലുള്ള പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മക്കളൊക്കെ അവരൊക്കെ ഡിഗ്രി അതൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്റെ മക്കളെയൊക്കെ കെട്ടിച്ച് അവർക്ക് മക്കളായി. ഇതൊക്കെ കാണാൻ ദൈവം ഭാഗ്യം തന്നു. നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് എല്ലാം കഴിച്ച് ഗംഭീരമായി. പൊന്നമ്മ ചേച്ചി, നമ്മളിപ്പോ വെറുതെ വർത്താൻ പറയണം. പൊന്നമ്മ ചേച്ചിക്ക് നമ്മൾ ചില ആൾക്കാരോട് എങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു, സുഖമാണോ, കുഴപ്പമില്ല, ഇങ്ങനൊരു അതൃപ്തരായിട്ടുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. പൊന്നമ്മ ചേച്ചി സുഖമാണോ? സുഖം, പരമസുഖം എന്ന് പറയുന്ന ഒരാളാണ് പൊന്നമ്മ ചേച്ചി. അങ്ങനെ ഒരു പരാതി, സുഖമില്ല, കുഴപ്പമില്ലെന്നൊന്നും പറയുന്ന ആളല്ല. വളരെ സന്തോഷം പൊന്നമ്മ ചേച്ചി. സന്തോഷം. താങ്ക് യു. അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ എപ്പോഴും ബിസിയായിരിക്കുന്ന, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞതുപോലെ എപ്പോഴും ബിസിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നമ്മ ചേച്ചി വീണ്ടും അതിൽ നിന്ന് സമയം കണ്ടെത്തി ഇവിടെ വന്നു. ഞങ്ങൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അപ്പോൾ എത്തിയതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം തരാൻ ആഗ്രഹിക്കുകയാണ്. അത് ചേച്ചിക്ക് കൈമാറുവാനായിട്ട് ഞാൻ ഷാജോൻ ചേട്ടനെയും രമേശ് ചേട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീമതി പൊന്നമ്മ ബാബു നാടകങ്ങളിൽ അഭിനയിച്ചു. ഒരു ദിവസം 3 നാടകം വരെ ചെയ്തു. 300-ലധികം സിനിമകൾ, ഇപ്പോഴും ടെലിവിഷൻ പരിപാടികളും സിനിമയും എല്ലാമായി
തിരക്കിലാണ്. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടുന്ന തിരക്കിനിടയിൽ ഒരു അല്പസമയം ഫണ്ട്സ് അപ്പോൺ എ ടൈമിന് വേണ്ടി മാറ്റിവെച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ ആദരം.